നമസ്കാരം. ജീവിതത്തിൽ നമ്മളെല്ലാവരും ചില സമയങ്ങളിൽ നെഗറ്റീവ് വികാരങ്ങളിലൂടെ കടന്നുപോകാറുണ്ട്. സങ്കടം, ദേഷ്യം, നിരാശ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ വികാരങ്ങൾ നമ്മളെ കീഴടക്കാൻ അനുവദിക്കാതെ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം, പോസിറ്റീവായി എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നോക്കിയാലോ? ഈ വീഡിയോയിൽ നെഗറ്റീവ് വികാരങ്ങളെ ഇല്ലാതാക്കി സന്തോഷവും സമാധാനവും കണ്ടെത്താനുള്ള ചില വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഈ നെഗറ്റീവ് വികാരങ്ങൾ? പേര് സൂചിപ്പിക്കുന്നതുപോലെ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന എല്ലാ വികാരങ്ങളെയും നമുക്ക് നെഗറ്റീവ് വികാരങ്ങൾ എന്ന് പറയാം. ദേഷ്യം, സങ്കടം, ഭയം, കുറ്റബോധം, നിരാശ, അസൂയ, സമ്മർദ്ദം. ഇവയെല്ലാം ഈ കൂട്ടത്തിൽപ്പെടും. ഈ വികാരങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അവയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ വിജയം. നമ്മുടെ തലച്ചോറിൽ അമിഗ്ദല എന്നൊരു ഭാഗമുണ്ട്. ഇതാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. ചില സമയങ്ങളിൽ ഈ അമിഗ്ദല അമിതമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത്. ഈ വികാരങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ നെഗറ്റീവ് വികാരങ്ങളെ ഉള്ളിൽ ഒതുക്കിവെച്ചാൽ എന്ത് സംഭവിക്കും? ഒരു കുപ്പായത്തിൽ ചെളി പറ്റിയതുപോലെയാണ് ഇത്. കഴുകിക്കളയാതെ വെച്ചാൽ അത് കൂടുതൽ അഴുക്കാകും. അതുപോലെ നെഗറ്റീവ് വികാരങ്ങളെ ഉള്ളിൽ വെച്ചാൽ അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ദഹനപ്രശ്നങ്ങൾ, ഹൃദയസംബന്ധമായ രോഗങ്ങൾ, വിഷാദം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം. നെഗറ്റീവ് വികാരങ്ങളെ ഉള്ളിൽ വെക്കുന്നത് ഒരു വലിയ ഭാരം ചുമക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കുന്നു, നമ്മളെ ക്ഷീണിപ്പിക്കുന്നു. ഈ ഭാരം ഇറക്കിവെച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. അതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. ഇനി നമുക്ക് നെഗറ്റീവ് വികാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ചില വഴികൾ നോക്കാം. ഇതൊരു ടൂൾ ബോക്സ് പോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ വഴി നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് സ്വയം ചോദിക്കുക. ദേഷ്യമാണോ, സങ്കടമാണോ, അതോ ഭയമാണോ? ആ വികാരത്തിന് ഒരു പേര് നൽകുക. എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട് എന്ന് ഉറക്കെ പറയുകയോ മനസ്സിൽ പറയുകയോ ചെയ്യുക. ഇത് ആ വികാരത്തെ ഒതുക്കിവെക്കാതെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. ഒരു ഡയറി എഴുതുന്നത് ഈ പ്രക്രിയയ്ക്ക് വളരെ നല്ലതാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതിവെക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ വികാരം വന്നു എന്ന് മനസ്സിലാക്കാനും ഇത് ഉപകരിക്കും. രണ്ടാമത്തെ വഴി നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക എന്നതാണ്. വികാരങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കാൻ ശ്രമിക്കരുത്. എനിക്ക് ദേഷ്യം വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് ആ ദേഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. പകരം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അത് സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുക. ഒരു പുഴ ഒഴുകുന്നത് പോലെ വികാരങ്ങളെയും ഒഴുകാൻ അനുവദിക്കുക. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് ഇതിന് സഹായിക്കും. നിങ്ങളുടെ വികാരങ്ങളെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ കാണാൻ ശ്രമിക്കുക. വികാരങ്ങളെ വിലയിരുത്താതെ അതിനെ ഒരു തരംഗമായി കണ്ട് കടന്നുപോകാൻ അനുവദിക്കുക. ശരീരത്തിന് വ്യായാമം നൽകുന്നത് നെഗറ്റീവ് വികാരങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു മികച്ച മാർഗമാണ്. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ നടക്കാൻ പോകുക, ഓടുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ എൻഡോർഫിനുകൾ വർദ്ധിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും ശക്തിയായി ചെയ്യണമെന്ന് തോന്നും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു തലേണയിൽ ശക്തിയായി ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ ഭിത്തിയിലേക്ക് എറിഞ്ഞ് ദേഷ്യം തീർക്കുകയോ ചെയ്യാം. ഇത് ഒരു നല്ല റിലീസ് ആണ്. പക്ഷേ ആർക്കും ദോഷകരമാകാത്ത രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കുക. മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് വലിയ ആശ്വാസം നൽകും. സന്തോഷം നൽകുന്ന ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക. തമാശകൾ പറയുക, ചിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നെഗറ്റീവ് വികാരങ്ങളെ മറികടക്കാൻ സഹായിക്കും. സമ്മർദ്ദം കുറയ്ക്കാനും നെഗറ്റീവ് വികാരങ്ങളെ ശാന്തമാക്കാനും റിലാക്സേഷൻ ടെക്നിക്കുകൾ വളരെ സഹായകമാണ്. ആഴത്തിലുള്ള ശ്വാസമെടുക്കൽ അഥവാ ഡീപ്പ് ബ്രീത്തിങ് അതിലൊന്നാണ്. പതുക്കെ ശ്വാസമെടുത്ത് കുറച്ച് സമയം പിടിച്ച് വളരെ പതുക്കെ പുറത്തുവിടുക. ഇത് നിങ്ങളെ ശാന്തമാക്കും. യോഗയും ധ്യാനവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കും. ദിവസവും കുറഞ്ഞത് 10-15 മിനിറ്റ് ധ്യാനിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ വഴികൾ കൂടാതെ ഒരു പോസിറ്റീവ് ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നത് നെഗറ്റീവ് വികാരങ്ങളെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കും.
ആരോഗ്യകരമായ ഭക്ഷണം. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. മതിയായ ഉറക്കം. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. പ്രകൃതിയുമായി അടുക്കുക. പൂന്തോട്ടത്തിൽ സമയം ചിലവഴിക്കുക. കടൽത്തീരത്ത് നടക്കുക. പ്രകൃതിയുടെ സാമീപ്യം മനസ്സിന് വലിയ ആശ്വാസം നൽകും. നന്ദിയുള്ളവരായിരിക്കുക. ദിവസവും നിങ്ങൾക്ക് കൃതാർത്ഥതയുള്ള 1-2 കാര്യങ്ങൾ ഓർക്കുക. ഇത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കും. ഹോബികൾ കണ്ടെത്തുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, പുസ്തകങ്ങൾ വായിക്കുക, സിനിമ കാണുക. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഓർക്കുക, നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവയെ മുഴുവനായി ഒഴിവാക്കാൻ സാധ്യമല്ല. പക്ഷേ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകില്ല, പക്ഷേ സ്ഥിരമായി പരിശീലിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഫലങ്ങൾ ലഭിക്കും. സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.